ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് രാജ്യം യാത്രാമൊഴിയേകുകയാണ്. ദില്ലി AKG ഭവനിൽ പൊതുദർശനം തുടരുന്നു. സോണിയാഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. നിരവധി പേരാണ് AKG ഭവനിൽ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. 3 മണിവരെ നീളുന്ന പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി എയിംസിലെത്തിക്കും. പിന്നാലെ അനാട്ടമി വിഭാഗത്തിന് കൈമാറും. VS രഞ്ജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് പ്രിയ സഖാവിന് അവസാനമായി ഒന്ന് കാണുന്നതിന്. വിനിത, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അന്ത്യോപചാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. രാവിലെ 10:30 മണിയോടുകൂടി തുടങ്ങിയ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതൃനിര തന്നെ ഇങ്ങോട്ട് ഒഴുകിയെത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർ, കപിൽ സിബൽ, ജയറാം രമേശ് തുടങ്ങി പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ ഇങ്ങോട്ട് എത്തിയിരുന്നു. അതുപോലെ തന്നെ അഖിലേഷ് യാദവിനെ പോലെ, അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള നേതാക്കന്മാർ, അരവിന്ദ് കെജ്രിവാൾ അല്പസമയത്തിനകം എത്തും. അഖിലേഷ് യാദവ് ഇവിടെ അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങി. അതുപോലെ ആം ആദ്മി പാർട്ടിയുടെയും ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരായി അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങുന്നു. മാത്രവുമല്ല, മനുഷ്യാവകാശ പ്രവർത്തകരായിട്ടുള്ള GN ഗണേഷിനെ പോലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരായിട്ടുള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, JNUവിലെ വിദ്യാർത്ഥികൾ, വിവിധ തൊഴിലാളി സംഘടന, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ തുടങ്ങിയും സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഇവിടേക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരുന്നു. ഇപ്പോഴും അണമുറിയാത്ത ജനപ്രവാഹമാണ് ഈ AKG ഭവനിൽ. CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുൻപിൽ ഇപ്പോൾ ഈ അന്ത്യോപചാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അല്പസമയത്തിനകം 3 മണി എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. 3 മണിക്ക് തന്നെ ഇവിടെ നിന്ന് വിലാപയാത്രയായി എയിംസിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 കിലോമീറ്റർ ദൂരമായിരിക്കും ഒരു ചെറിയ വിലാപയാത്ര ഉണ്ടായിരിക്കുക. കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും, സജി ചെറിയാൻ, P രാജീവ്, അതുപോലെ മുഹമ്മദ് റിയാസ് തുടങ്ങി മന്ത്രിസഭയിലെ അംഗങ്ങൾ, KL ബാലഗോപാൽ തുടങ്ങി മിനിസ്റ്റർ ബിന്ദു തുടങ്ങി എല്ലാ മന്ത്രിസഭാ അംഗങ്ങളും, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള MA ബേബിയും വിജയരാഘവൻ തുടങ്ങി നേതാക്കന്മാരെല്ലാം ഇവിടേക്ക് എത്തിയിരുന്നു. മുഖ്യമന്ത്രി ഇപ്പോഴും ഈ അന്ത്യോപചാര ചടങ്ങ് അർപ്പിക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രി ഇപ്പോഴുമുണ്ട്. ഈ സീതാറാം യെച്ചൂരിയുടെ കുടുംബത്തോടൊപ്പം മുഖ്യമന്ത്രി ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഈ വലിയ ഊഷ്മളമായ, ഏറ്റവും ഹൃദയവായ്പോടുകൂടി ഏറ്റവും ഊഷ്മളമായൊരു യാത്രയപ്പാണ് സീതാറാം യെച്ചൂരിക്ക് സ്വന്തം തട്ടകമായ ഡൽഹി നൽകുന്നത്. JNU പഠനകാലത്ത് ഡൽഹിയിലേക്ക് എത്തിയ സീതാറാം പിന്നീട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും തട്ടകം SFIയിലായാലും CPMനകത്തായാലും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് ആയിരുന്നാലും അതുപോലെ ഇവിടെ MP ആയി ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ തട്ടകം ഡൽഹി ആയിരുന്നു. ആ തട്ടകത്തിൽ ഏറ്റവും ഹൃദയവായ്പോടുകൂടി ഏറ്റവും ഊഷ്മളമായൊരു യാത്രയയപ്പ്, വിപ്ലവ സ്മരണകൾ ഉണർത്തുന്ന അദ്ദേഹത്തിൻ്റെ പോരാട്ട ജീവിതത്തിൻ്റെ എല്ലാ ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ ഒരു സംതൃപ്തിയോടുകൂടിയുള്ളൊരു യാത്രയയപ്പ് അദ്ദേഹത്തിന് നൽകുന്നു. അല്പസമയത്തിനകം വിലാപയാത്ര ആരംഭിക്കും. 3 മണി എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരല്പം നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഇങ്ങോട്ട് എത്തും എന്ന് പ്രതീക്ഷ ിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി അല്പസമയം കാത്തിരിക്കുമോ എന്നുള്ളതാണ്. അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെ രാജസ്ഥാൻ്റെ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അല്പസമയം മുമ്പ് എത്തിയിരുന്നു. പലസ്തീൻ അംബാസഡർ ഇങ്ങോട്ട് എത്തിയിരുന്നു. വിവിധ പലസ്തീൻ അംബാസഡർ, പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സീതാറാം യെച്ചൂരിയും ഒക്കെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അനുശോചന വാക്കുകൾ, അനുശോചന സന്ദേശം നൽകിയത്. ഇനി കൂടുതൽ നേതാക്കന്മാർ എത്താനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ 3 മണി എന്നുള്ളത് 3:30 മാറുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പം വിഷയമുള്ളത്. ഏതായാലും 1 കിലോമീറ്റർ ഈ എയിംസ് ആശുപത്രിയിലേക്കുള്ള വഴിയിൽ 1 കിലോമീറ്റർ ദൂരം വിലാപയാത്ര പോകും. അതിനുശേഷം ആംബുലൻസും ബന്ധുക്കളുടെ വാഹനം മാത്രമായിരിക്കും എയിംസിനകത്തേക്ക് പ്രവേശിപ്പിക്കുക. സാധാരണഗതിയിൽ എയിംസിനകത്ത് 5 മണിക്ക് മുമ്പ് തന്നെ ഈ മൃതദേഹങ്ങൾ പഠിക്കാൻ വേണ്ടി കൈമാറ്റം ചെയ്യുമ്പോൾ 5 മണിക്ക് മുമ്പ് തന്നെ ഭൗതിക ശരീരം എയിംസിൻ്റെ അധികൃതർക്ക് കൈമാറി അതിൻ്റെ രേഖകൾ, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് 3 മണി എന്നുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി ഒരല്പം നീണ്ടുപോയാലും 3:30 തന്നെ ഇവിടുന്ന് ഭൗതിക ശരീരം വിലാപയാത്രയായി എയിംസിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനിത.
VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. 3 മണിവരെയായിരിക്കും AKG ഭവനിൽ പൊതുദർശനം. ഇപ്പോഴും നിരവധി പ്രമുഖരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എത്തുന്നുണ്ട്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അല്പസമയത്തിനകം തന്നെ എത്തിയേക്കുമെന്ന വിവരവുമുണ്ട്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഉൾപ്പെടെ തിരിച്ചെത്താം. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ